നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരാണ് തനിത്തങ്കം, ആരാണ് ചെമ്പ് എന്ന് വഴിയെ അറിയാമെന്ന് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ MP മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചരണ രീതികളെ ഉന്നമിട്ടാണ് പരാമർശം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുന്ന പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പറ്റി ഒരക്ഷരം പറയുന്നില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. രാഹുലിനെ ദുർബലപ്പെടുത്താൻ പിണറായി ശ്രമിക്കുന്നു. പിണറായിയുടെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ രാഹുലിനോടാണ്. ഒറ്റ ചോദ്യം പോലും മോദിയോട് ചോദിച്ചിട്ടില്ല. മോദിയോട് ചോദിച്ചാൽ തൻ്റെ മകൾ അകത്താകും എന്ന് കണ്ടിട്ടാണ് പിണറായി മിണ്ടാത്തത്. ഇന്ന് മോഹൻ ഭാഗവതിനേക്കാൾ RSSൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് പിണറായിയാണ്. എത്രയോ പ്രവർത്തകർ ചോര ചീന്തി വളർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയെ RSSൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയ കമ്മ്യൂണിസ്റ്റുകാരനെന്ന ദുഷ്പേര് ഭാവിയിൽ പിണറായിക്കുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് മോദി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിന് എതിരായിട്ടുള്ള പോരാട്ടമായിരിക്കും. ചില തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ തൃശ്ശൂരിൻ്റെ തനിത്തങ്കം എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥി കാണുന്നതിന് മുൻപേ തൃശ്ശൂർ കണ്ടയാളാണ് ഞാൻ. UDF ജയിക്കണമെന്നും BJP 3ാം സ്ഥാനത്തേക്ക് പോകണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ 20 സീറ്റുകളിലും UDF ജയിക്കും എന്നാണ് മുരളീധരൻ പറയുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് എങ്ങോട്ട് വേണമെങ്കിലും പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരാളാണ് കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ MLA ആയിരിക്കുന്ന അവസരത്തിലാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടേക്ക് വിടുകയാണ്. അങ്ങോട്ടേക്ക് വിട്ട് വടകരയിൽ ആദ്യം അദ്ദേഹം അവിടെ ഇറങ്ങാൻ മടിച്ചു. പക്ഷേ കിട്ടിയ സ്വീകരണം വൻപിച്ച സ്വീകരണം തന്നെയായിരുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടൊരു സെറ്റായി വന്നതാണ് കെ മുരളീധരൻ. അതിനിടയ്ക്ക് നേമത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യിപ്പിക്കുന്നതിൽ BJPയുടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതും കെ മുരളീധരനെയാണ്. അവിടെ BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിൽ സഹായിച്ചത് മുരളീധരനാണ്. അതിൻ്റെ ക്രെഡിറ്റ് പലപ്പോഴും ശിവൻകുട്ടിയും CPMുമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റിന് യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് മുരളീധരൻ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ വടകരയിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സഹായിയായിട്ട്, ഒരു അത്താണിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കെ മുരളീധരൻ. ഇനിയിപ്പോൾ ഇവിടെ പരാജയം സംഭവിച്ചാൽ ഇനി ഇവിടെ നിന്ന് അദ്ദേഹത്തെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇനി അഥവാ ഇനി മറ്റ് രണ്ടിടങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. CPM ജയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രാധാകൃഷ്ണൻ മത്സരിക്കുന്നിടത്ത്, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് അദ്ദേഹം വടകരയിൽ വന്ന് മത്സരിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പാലക്കാട് മുരളീധരനെ കൊണ്ടുപോകുമോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. കാരണം മുരളീധരനെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ളിടത്ത് കോൺഗ്രസിനൊരു സഹായിയായിട്ട് മാറുന്നത്. അപ്പോൾ തൃശ്ശൂരിലെ നിയമം ആവർത്തിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്.